ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിജി സ്റ്റേറ്റ്സ് ബട്ട്സ് അമേരിക്കൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കോസ്കോ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു പാൻ സെറ്റാണ്, നോൺ സ്റ്റിക്ക് കുക്ക്വെയറിൻ്റെ. അപ്പോൾ ഇത് ട്രമോണ്ടിന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ എനിക്ക് റീസണബിൾ റേറ്റിൽ നിന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ പാത്രവും കുക്ക് സെറ്റും എനിക്ക് റീസണബിളായിട്ട് തോന്നിയ വിലയും വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നതെങ്കിലും എൻ്റെ മോന് ഇതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് അവനാണ് അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവൻ തന്നെ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇതിൽ 12 പീസസാണ് നമുക്കുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ പാന് പഴയതായിരുന്നു. ഞാൻ അത്യാവശ്യം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വീഡിയോയ്ക്കും വേണം, അല്ലാതെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയതായിട്ട് വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിന് ഏകദേശം ഒരു 1.3 പ്ലസ് റേറ്റ് വരുന്നുണ്ട് ഇവിടുത്തെ ഡോളർ റേറ്റിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് കോസ്കോയിൽ മാത്രമല്ല പുറത്തും അവൈലബിളാണ്. കോസ്കോയിലെ റേറ്റ് കുറച്ച് റീസണബിളാണ്. ഇത് അതിലൊരു നല്ലൊരു പാൻ സെറ്റാണ്, മീഡിയം സൈസിലുള്ള പാൻ സെറ്റ്. പിന്നെ ഇതിനേക്കാളും നമുക്ക് ചെറുതായിട്ടുള്ള പാൻ സെറ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഇതിൽ 2 പാനാണുള്ളത്. ഒന്ന് നമുക്കൊരു ചായപാത്രം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 പാത്രങ്ങളുണ്ട്. അതിന് നമുക്ക് 2നും ലിഡുണ്ട്. പാൻ പോലെ ഇരിക്കുന്നതിന് നമുക്ക് ലിഡ് ഇല്ല ഇതിൽ. അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു പാത്രം കൂടെ ഉണ്ട്. ഇതാണ് അതിലെ ഒരു പാൻ. അത് കുറച്ചും കൂടെ കുഴിയുള്ള പാൻ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു കറിയൊക്കെ കുക്ക് ചെയ്യാൻ, ഒരു മീഡിയം സെമി ഗ്രേവിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരം പാനാണ്. അങ്ങനെയുള്ള പാനും നമുക്ക് ലിഡ് വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് വരുന്ന ഒരു ചായപാത്രം പോലെയുള്ളത്. അതിൻ്റെ അടപ്പാണ്, അതിൻ്റെ ലിഡാണ് ഇപ്പം നമ്മൾ വെച്ചത്. അപ്പോൾ മോൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവനെ ഫോളോ ചെയ്ത് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റുന്നില്ല. അവൻ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന്. പിന്നെ ഇങ്ങനെ ഒരു വലിയ ലിഡ്. അപ്പോൾ ലിഡിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിലും ഈ പാൻ്റെയൊക്കെ ഹാൻഡിലും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഇതിൻ്റെ നോൺ സ്റ്റിക്കും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിട്ടാണ് എനിക്കും തോന്നിയത്. അപ്പോൾ നമ്മൾ അവിടെ അൺബോക്സിങ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ഫ്രഷ് സെറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആണ് കാണുന്നത്. അവിടെ പീസസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. വേറെ 2-3 ബ്രാൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഉള്ളതിൽ എനിക്ക് ഭേദമായിട്ട് തോന്നുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര വൈറ്റിഷ് ആയിട്ടുള്ള പാത്രങ്ങൾ അധികം താല്പര്യമില്ല. അപ്പോൾ ഇതൊരു പുറത്ത് ബ്ലാക്കും ഉള്ളിൽ ഒരു ഗ്രേ കളറും ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പം ഇതിൽ ഉള്ള കുക്കിംഗ് ഒക്കെ ആയിരിക്കും ഞാൻ ഇനി കാണിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2-3 പാത്രങ്ങൾ ഞാൻ എന്തായാലും അത് കളഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഞാൻ ത്രാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സെറ്റുകളാണ് നമുക്കുള്ളത്. പിന്നെ ഞാൻ ഫൈനലായിട്ട് എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കാം. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ആവി കയറ്റാനുള്ള ഒരു തരം പാത്രം ഉണ്ടല്ലോ, നമുക്ക് ഓട്ടയുള്ള പാത്രം, അങ്ങനത്തെ ഒരു പാത്രം കൂടെ ഉണ്ട്. അതിനൊരു ഹാൻഡിലും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പാത്രം ഓർമ്മയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം ഈ അട അതുപോലെ തന്നെ കൊഴുക്കട്ട അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇഡ്ഡലി അതുപോലെ ബിരിയാണിയൊക്കെ ഒന്ന് ആവി കയറ്റി ചൂടാക്കുന്നതിന് ഞാൻ അധികം ഓവൻ ഉപയോഗിക്കാറില്ല. പകരം ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ്. മൈക്രോവേവ് ഓവനിൽ അധികം ചൂടാക്കാറില്ല. കാരണം അത് ചൂടാകുമ്പോൾ കുറേ സമയം എടുക്കും, നമുക്ക് അധികം എമൗണ്ട് ചൂടാക്കാൻ പറ്റില്ല. ഈ ഒരു പാത്രമാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ച് അടി കട്ടിയുള്ള വലിയ പാത്രമാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ 2-3 പേര് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഇതാണ് പാത്രങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂടെ 2 നമുക്ക് തവി പോലെയുള്ളത് 2 കിട്ടിയിരുന്നു. അത് സൈസ് പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു മുട്ട പൊരിക്കുമ്പോഴോ അതുപോലെ തന്നെ ചിക്കനോ ഫിഷൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് ഇടാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു തരം 2 തവി പോലത്തെ തവി കിട്ടിയിട്ടുണ്ട് നമുക്ക്.
അപ്പോൾ അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. എൻ്റെ കയ്യിൽ വേറെ വുഡിൻ്റെ ആയിട്ടുള്ളതുണ്ട്, അതാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത്രയും പീസസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഫൈനലി ഞാൻ ഒന്നുകൂടെ അതൊന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ലിഡ് ഉള്ളത് ഈ കുഴിയുള്ള പാത്രങ്ങൾക്കൊക്കെയാണ്. ഈ 2 പാനിന്, ഈ ചെറിയ 2 നോർമൽ പാനിന് നമുക്ക് ലിഡ് വരുന്നില്ല. ഈ ചായപാത്രം പോലെയുള്ളതിനും ബാക്കി 2 എണ്ണത്തിനും നമുക്ക് ലിഡ് ഉണ്ട്. പിന്നെ ഇതാണ് ഓട്ടയുള്ള പാത്രം. ഇത് നല്ല ക്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പൂവൊക്കെ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൻ്റെ ഒരു സ്റ്റൈലും കൂടെ ഉണ്ട് അതിൽ. അതെന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സെറ്റ് തന്നെ എടുക്കാമെന്ന്. അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അപ്പോൾ ഇത്രയും പീസസാണ് നമുക്കുള്ളത്. ഇതെല്ലാം എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ട് തോന്നി. അത്യാവശ്യം വെയിറ്റ് ചെയ്യുള്ളൂ, നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ അവിടെ സെറാമിക്കിൻ്റെയൊക്കെ കണ്ടു, അതിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പെരുമാറാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ പാത്രങ്ങൾ. അപ്പോൾ എനിക്കിത് ഒരു പെർഫെക്റ്റ് സെറ്റ് പോലെയാണ് നമ്മുടെ കിച്ചണിലേക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ എനിക്കെന്തായാലും നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൽ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് വീഡിയോസ് എനിക്ക് കിട്ടുന്നത്. ഇതൊരു പ്രമോഷനായിട്ടൊന്നും ചെയ്യുന്നതല്ല, എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് ഒന്ന് കാണിക്കണം, ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി, ഒരു നല്ല റിവ്യൂവും കൂടെ കിട്ടാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ പ്രമോഷൻ വീഡിയോ അല്ല അത്. അപ്പോൾ ഈ സെറ്റ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാനിതിൽ ആദ്യം ഉണ്ടാക്കിയത്, ഞങ്ങളൊക്കെ നന്നായിട്ട് ഫിഷ് കഴിക്കുന്നവരാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത് സിലോപ്പി മീനാണ്. ഇവിടെ അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ മുള്ളും കളഞ്ഞ് നമുക്ക് പാക്കിൽ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നൊന്നുമില്ല, നോൺ സ്റ്റിക്ക് ആണല്ലോ എന്തായാലും. പിന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.